ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചോറിൽ ഒഴിച്ചൊഴിക്കാൻ ഒരു സ്പെഷ്യൽ ഒഴിച്ചുകറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി അരക്കപ്പ് ചിരകിയ തേങ്ങ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി അരച്ച് വെക്കണം. ഇനി കുഴിവെള്ളം ഒരു ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 2-3 ചെറുള്ളി വട്ടത്തിലരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് ഉള്ളിയുടെയൊക്കെ നിറം മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളകും സ്ലൈസ് ചെയ്ത സവാളയും ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ചെറിയ തരം പച്ചമുളകാണ് ചേർത്തത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ളത് ചേർക്കുക. സവാള ഒരു 2 മീഡിയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ സവാളയൊക്കെ നല്ല സോഫ്റ്റായി വേകുന്നത് വരെ വേവിക്കാം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിത് മൂടി വെച്ച് വേവിക്കേണ്ടി വരും. അപ്പോഴേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. മീഡിയം ഹീറ്റിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി തുറന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അതിനുശേഷം തുടരെ ഇളക്കി കൊടുത്ത് അരപ്പൊക്കെ നന്നായിട്ട് തിളക്കുന്നത് വരെ ചൂടാക്കാം. തേങ്ങാരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉടച്ച തൈരാണ്. ഞാൻ 1 കപ്പ് തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ലൂസിന് പാകമായ വെള്ളം ചേർത്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് പതഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. പഞ്ചസാര അല്പം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ. നന്നായി ഇളക്കി കൊടുത്ത് പതഞ്ഞു വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയും എണ്ണയിൽ ചൂടാക്കി ചേർക്കാം. സവാള ചേർത്തുണ്ടാക്കുന്ന ഈ മോര് കാച്ചിയത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവാള കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായ ഒഴിച്ചുകറി റെഡി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.